ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. 2024 സെപ്റ്റംബർ 9 തിങ്കളാഴ്ച, ശുക്ലപക്ഷ ഷഷ്ടിയാണ്. ശുക്ലപക്ഷത്തിലെ ഷഷ്ടിയെ സ്കന്ദഷഷ്ടി എന്നാണ് പറയുന്നത്. ഇത്തവണത്തെ ഷഷ്ടിക്ക് മറ്റൊരു വലിയ പ്രത്യേകതയും കൂടിയുണ്ട്. അതായത് ഈ ഷഷ്ടി ദിവസം നക്ഷത്രം വിശാഖമാണ്. ഭഗവാൻ വേലായുധ സ്വാമിയുടെ നക്ഷത്രം വിശാഖമാണ് എന്നാണ് നമ്മളെല്ലാവരും വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഷഷ്ടിയും വിശാഖവും ഒന്നിച്ചു വന്ന ഈ പുണ്യദിനം നമുക്ക് ഭഗവാനെ വ്രതമെടുത്ത് പ്രാർത്ഥിക്കാം. ഷഷ്ടിവ്രതം എടുക്കുന്നത് എങ്ങനെയാണ് എന്ന് എല്ലാവർക്കും അറിയാം. തലേ ദിവസം, അതായത് ഞായറാഴ്ച ദിവസം, ഒരു നേരം അരിഭക്ഷണം കഴിച്ച് ബാക്കി 2 നേരം പഴങ്ങളോ ഗോതമ്പോ മറ്റെന്തെങ്കിലുമൊക്കെ കഴിച്ച് നമ്മൾ വ്രതത്തിന് വേണ്ടി ശരീരവും മനസ്സും തയ്യാറെടുപ്പിക്കുന്നു. അതിനുശേഷം 9 ഒരു നേരം നമുക്ക് ചോറുണ്ണാം. അതല്ല ഉപവസിക്കണമെങ്കിൽ ഉപവസിക്കാം. അതല്ല പാലും പഴങ്ങളും കഴിച്ചിരിക്കണമെങ്കിൽ അങ്ങനെയാകാം. അതല്ല ജലം മാത്രം കുടിച്ചിട്ടാണ് ഷഷ്ടി എടുക്കുന്നതെങ്കിൽ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഒരു നേരം അരിഭക്ഷണം കഴിക്കാം, അതിൽ ദോഷമില്ല. പക്ഷേ ഷഷ്ടിയിൽ നമ്മൾ അരിഭക്ഷണം കഴിക്കുന്നത് ഒന്നുകിൽ നമ്മൾ ക്ഷേത്രത്തിൽ നിന്നും നമുക്ക് ചോറ് കിട്ടും. ക്ഷേത്രത്തിൽ നിന്നും ഭഗവാന്റെ നേദ്യച്ചോറ് കിട്ടാറുണ്ട്. അത് മേടിച്ച് നമുക്ക് മോരോ അല്ലെങ്കിൽ മുളകോ ഒക്കെ കൂട്ടി കഴിക്കാം, വളരെ ലഘുവായി. പക്ഷേ ഒരു കാരണവശാലും ഉള്ളി, വെളുത്തുള്ളി മുതലായ സാധനങ്ങൾ ചേർന്ന കൂട്ടി കഴിക്കരുത്. പഴകിയ അച്ചാറ് കൂട്ടി കഴിക്കരുത്. അച്ചാറ് കൂട്ടണമെങ്കിൽ അന്ന് ഉണ്ടാക്കിയ അച്ചാറ് നമുക്ക് കഴിക്കാം. പക്ഷേ അതിൽ വെളുത്തുള്ളിയോ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ചേർക്കാൻ പാടില്ല. അല്ലാതെ നമുക്ക് കഴിക്കാം. വിനാഗിരി അതൊന്നും ഉപയോഗിക്കാൻ പാടില്ല, കാരണം അതൊക്കെ പുളിച്ച സാധനങ്ങളാണ്. അതൊന്നുമില്ലാതെ ശുദ്ധമായ എന്തെങ്കിലും അച്ചാറ് കൂട്ടി നമുക്ക് കഴിക്കാം. അതല്ലെങ്കിൽ ഉള്ളി ഇല്ലാത്ത ചമ്മന്തി അരച്ചിട്ട് നമുക്ക് കഴിക്കാം. മോര് കൂട്ടി കഴിക്കാം, അല്ലെങ്കിൽ മുളക് കൂട്ടി കഴിക്കാം. അങ്ങനെ ഒരു നേരം നമുക്ക് കഴിക്കാം. ചിലർ ഉച്ചയ്ക്ക് കഴിക്കാറുണ്ട്, ചിലർ സന്ധ്യയ്ക്ക്, അതായത് സന്ധ്യയ്ക്ക് പ്രാർത്ഥനയ്ക്ക് ശേഷം കഴിക്കാറുണ്ട്. എപ്പോഴാണോ നമ്മളുടെ സൗകര്യം, നമ്മളുടെ ആരോഗ്യം അനുവദിക്കുന്നത് അതനുസരിച്ചിട്ട് ചെയ്യാം. അതല്ല ഉപവസിച്ച് പ്രാർത്ഥിക്കണമെങ്കിൽ അങ്ങനെയാകാം. നമ്മുടെ ആരോഗ്യവും സാഹചര്യങ്ങളും അനുസരിച്ച് നമ്മുടെ വ്രതത്തിൽ മാറ്റം വരുത്തുക. ഏകാദശി പോലെ അരിഭക്ഷണം കഴിച്ചുകൂടാ എന്ന നിർബന്ധം ഇതിലില്ല. ചിലർ ഒന്നും കഴിക്കില്ല. തമിഴ്നാട്ടിലേക്കൊക്കെ പോയി കഴിയുമ്പം അരിഭക്ഷണം ഒന്നും അവർ കഴിക്കില്ല, ഉപവസിക്കും. ഭയങ്കരമായ ക്ഷീണം തോന്നുന്നെങ്കിൽ ചിലപ്പോൾ അവർ 1 മണി കുരുമുളകെടുത്ത് വായിലിട്ട് ചവച്ച് കഴിക്കും. അങ്ങനെ വ്രതമെടുക്കുന്ന ആളുകളെ എനിക്കറിയാം. കാരണം തമിഴ്നാട്ടിലുള്ള ധാരാളം സുഹൃത്തുക്കൾ എനിക്കുണ്ട്. അവർ പറഞ്ഞുള്ള അറിവാണ് എനിക്ക്. അവർ ഉപവസിക്കുകയാണ് ഷഷ്ടി ദിവസം. പിന്നെ തീരെ സുഖമില്ല, വയ്യായിക തോന്നുന്നുവെങ്കിൽ 1 മണി കുരുമുളക് മാത്രമാണ് അവർ കഴിക്കുന്നത്. അങ്ങനെ വ്രതമെടുക്കാം. എന്തായാലും ഷഷ്ടിവ്രതം എടുക്കുന്നത് വളരെ 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 പുണ്യമാണ്. ഏകാദശി പോലെ തന്നെ പുണ്യമാണ്. ഏകാദശി നമ്മൾ സാധാരണ എടുക്കുമ്പോൾ നമ്മൾ എപ്പോഴും പറയും, മഹാവിഷ്ണുവിനെ നമ്മൾ പ്രാർത്ഥിക്കുന്നത് നമുക്ക് മോക്ഷത്തിന് വേണ്ടിയിട്ടാണ്. അതായത് ഈ ജന്മത്തിലെ ഈ ദുഃഖങ്ങളും ദുരിതങ്ങളും എല്ലാം നമ്മൾ അനുഭവിക്കുന്നു. ഇതെല്ലാം കണ്ടും കേട്ടും തന്നെ അത് തന്നെ ഒരു വലിയ കുഴപ്പമാണ്, അല്ലേ? വലിയൊരു ദുഃഖമാണ് പലതും നമ്മൾ കണ്ടും കേട്ടും ഇരിക്കുക എന്ന് പറയുന്നത്. ആ ദുഃഖങ്ങളെല്ലാം മാറി അവസാനം ഭഗവാനിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ടാണ്, ഭഗവാന്റെ അപാരമായ കടാക്ഷവും സ്നേഹവും ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഏകാദശി വ്രതങ്ങൾ എടുക്കുന്നത്. ഭഗവാന്റെ സ്നേഹമുണ്ടെങ്കിൽ നമ്മളെല്ലാത്തിലും വിജയിക്കും. അർജുനനാണ് ഉദാഹരണം. പാർത്ഥസാരഥിയായിരുന്നു. എന്നാൽ
ഭഗവാൻ വേലായുധ സ്വാമിയെ പ്രാർത്ഥിക്കുന്നത് ഈ ജന്മത്തിൽ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ദുരിതങ്ങൾക്കൊക്കെ ഒരു പരിഹാരമുണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. കാരണം നമ്മൾ ഈ ജന്മത്തിൽ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെല്ലാം നമ്മൾ ഈ ജന്മമോ അതല്ലെങ്കിൽ മുൻ ജന്മങ്ങളോ നമ്മളോ നമ്മുടെ അച്ഛനോ അമ്മയോ കുടുംബക്കാരോ ഒക്കെ ചെയ്ത പ്രവൃത്തിയുടെ ഫലമായിട്ടായിരിക്കും. അപ്പോൾ ആ ദുഃഖങ്ങളെല്ലാം മാറി, അതായത് ആ ദോഷങ്ങളെല്ലാം മാറ്റി നമുക്ക് നല്ലൊരു ജീവിതവും ഉയർച്ചയും ഉണ്ടാക്കുന്നതിനായിട്ട് നിർബന്ധമായും എല്ലാ വ്യക്തികളും തന്നെ വേലായുധ സ്വാമിയെ പ്രാർത്ഥിക്കണം. മഹാജ്യോതിഷിയാണ് വേലായുധ സ്വാമി. ഇപ്പോഴുള്ള നമ്മുടെ ഈ ദോഷങ്ങളും ദുരിതങ്ങളും അകറ്റി നമുക്കൊരു ഐശ്വര്യം പ്രദാനം ചെയ്യുന്നതിന് അപാരമായ ശക്തിവിശേഷമുള്ള ഒരു ഭഗവാനാണ് വേലായുധ സ്വാമി. സന്താനങ്ങൾക്ക് അതിഭീകരമായ ഉയർച്ചയായിരിക്കും അച്ഛനമ്മമാർ സന്താനങ്ങൾക്ക് വേണ്ടി ഈ വ്രതമെടുത്ത് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ. ഓരോ മാതാപിതാക്കളും ആഗ്രഹിക്കുന്നത് തങ്ങളെക്കാൾ വലുതാകണം തങ്ങളുടെ മക്കൾ, അവർക്ക് നല്ല ഭാവി ഉണ്ടാകണം, അവരെന്നും സന്തോഷമായിരിക്കണം എന്നാണ് ഓരോ മാതാപിതാക്കളും ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ മക്കൾക്ക് വേണ്ടി ഷഷ്ടിവ്രതം എടുത്ത് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിൻ്റെ ഫലം കുട്ടികൾക്ക് ഉണ്ടാകും. ഒരുപാട് മാതാപിതാക്കളെ എനിക്കറിയാം. അവരുടെ മക്കൾ കൊച്ചു കുഞ്ഞായിരിക്കുമ്പോൾ മുതലേ അവർ ഷഷ്ടിവ്രതം എടുത്ത് വന്നിരിക്കുന്നവർ. അങ്ങനെ എടുത്ത് വന്ന് പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കളുടെ കുട്ടികൾക്ക് ഒരു വലിയ ഭാവിയാണ് ഭഗവാൻ കൊടുക്കുന്നത്. കാരണം അവരെപ്പോഴും കുഞ്ഞുങ്ങളെപ്പറ്റി ഒരു കൺസേൺ ആയിരിക്കും ആ മാതാപിതാക്കൾക്കുള്ളത്. അതുകൊണ്ട് തന്നെ ആ കുട്ടികൾ വഴിതെറ്റാതെ അവർക്ക് നല്ലൊരു ഭാവി ജീവിതം ഉണ്ടാകുന്നത് കാണാനായിട്ട് മാതാപിതാക്കൾക്ക് കഴിയും. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് വേണ്ടി മാതാപിതാക്കൾക്ക് ഷഷ്ടിവ്രതം എടുക്കാം. അവനവന് ചെയ്ത ദോഷങ്ങളും മുൻജന്മങ്ങൾ ചെയ്ത ദോഷങ്ങളും നമ്മുടെ കുടുംബ ദോഷങ്ങളും മാറി നമുക്ക് സ്വസ്ഥവും സമാധാനവുമായൊരു ജീവിത ഐശ്വര്യങ്ങൾ ഉണ്ടാകുന്നതിന് വേണ്ടി ഷഷ്ടിവ്രതം എടുക്കാം. അപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ദോഷങ്ങളുടെ കാഠിന്യം അനുസരിച്ചിട്ട് നമ്മൾ നമ്മുടെ വ്രതത്തെ ക്രമീകരിക്കുക, ആരോഗ്യസ്ഥിതി അനുസരിച്ച് വ്രതത്തെ ക്രമീകരിക്കുക, സാഹചര്യങ്ങളനുസരിച്ച് വ്രതത്തെ ക്രമീകരിക്കുക. ഇത്തവണത്തെ ഷഷ്ടിവ്രതം തിങ്കളാഴ്ച സെപ്റ്റംബർ 9-ാം തീയതി വിശാഖം നക്ഷത്രത്തിലാണ്. അതുകൊണ്ട് അത് വളരെ ശ്രേയസ്കരമാണ്. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും, ഞാൻ ഓരോ വ്രതവും എടുക്കാൻ പറയുമ്പോൾ അപ്പോഴെല്ലാം ഞാൻ പറയും ഇത് വളരെ ഐശ്വര്യമാണ്, നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ മാറും എന്നൊക്കെ പറയും. നമ്മൾ ഇപ്പോൾ ഒരു പനി വന്നു ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ ഡോക്ടർ എന്താ തരുന്നത്? നമുക്ക് ഒരുപാട് മരുന്നുകൾ തരും. ജലദോഷമുണ്ടെങ്കിൽ ജലദോഷത്തിനൊരു മരുന്ന് തരും. ചുമയുണ്ടോ എന്ന് ചോദിക്കും, ചുമയ്ക്ക് മറ്റൊരു മരുന്ന് തരും. ചൂടിന് മറ്റൊരു മരുന്ന് തരും. ശരീരവേദനയുണ്ടെങ്കിൽ നമുക്ക് മറ്റൊരു മരുന്ന് തരും. ഒരു പനിയാണ്, നമുക്ക് മൊത്തത്തിൽ നോക്കുമ്പോൾ നമുക്ക് പനിയാണ്, പക്ഷേ നമുക്ക് പല പല പ്രശ്നങ്ങൾ കാണും. അപ്പോൾ ആ പല പല പ്രശ്നങ്ങൾക്ക് നമുക്ക് പല മരുന്നുകൾ തരും. ഈ മരുന്നുകളെല്ലാം കഴിക്കുമ്പോഴാണ് നമ്മുടെ പനി മാറുന്നത്. അതുകൊണ്ട് ഓരോ ദേവതയ്ക്കും ഓരോ പ്രത്യേകം കഴിവുകളാണ് ഉള്ളത്. ഓരോ ദേവതയും പ്രാർത്ഥിക്കുന്നത് നമ്മൾ ഓരോരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഈ കാര്യങ്ങളെല്ലാം നമുക്ക് നന്നായി നടന്നാൽ മാത്രമേ ഒരു മനുഷ്യന് പൂർണ്ണമായ സമാധാനത്തോടു കൂടി ഈ ഭൂമിയിൽ ജീവിക്കാനായിട്ട് പറ്റുകയുള്ളൂ. നമുക്ക് സമ്പത്ത് ആവശ്യമാണ് ജീവിക്കാനായിട്ട്. സാമ്പത്തികമായി നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടിയാൽ നമുക്ക് മുമ്പോട്ട് പോകാൻ കഴിയില്ല. അതുപോലെ സ്വസ്ഥവും സമാധാനവുമായ ഒരു ജീവിതം നമുക്ക് ആവശ്യമാണ്. വിദ്യ നമുക്ക് ആവശ്യമാണ്. നമ്മൾ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ പഠിക്കുന്ന കാര്യങ്ങൾ ഓർത്തിരിക്കണം, മറന്നു പോകരുത്. ഈ തൊഴിലെടുക്കുന്ന ആളുകളാണെങ്കിൽ അവർ ചെയ്യുന്ന തൊഴിൽ എങ്ങനെയൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്യണം, ആ ഒരു ബുദ്ധിയൊക്കെ അവർക്ക് കിട്ടണം. എടുത്തുകൊണ്ടിരിക്കുന്ന തൊഴിൽ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് പോകരുത്. ഇനി തൊഴിൽ ചെയ്താലോ അതനുസരിച്ചിട്ടുള്ള വരുമാനം നമുക്ക് ഉണ്ടാകണം. ഉണ്ടായ വരുമാനം നഷ്ടപ്പെട്ടു പോകാതെ സംരക്ഷിക്കപ്പെടണം. ഇങ്ങനെ ഓരോരോ പ്രശ്നങ്ങളാണ് മനുഷ്യനുള്ളത്. ചെയ്യുന്ന കാര്യങ്ങൾ തടസ്സമില്ലാതെ പോകണം. അങ്ങനെ നിരവധി കാര്യങ്ങൾ ശരിയായി വന്നാൽ മാത്രമേ നമുക്ക് മുമ്പോട്ട് പോകാൻ കഴിയുകയുള്ളൂ. ഇനി നമുക്കെല്ലാം പ്രശ്നങ്ങളുമില്ല, നമ്മുടെ പ്രശ്നങ്ങളെല്ലാം തീർന്നു, പക്ഷേ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പ്രശ്നമുണ്ടെങ്കിലോ മനസ്സമാധാനം പോയില്ലേ?
അപ്പോൾ എല്ലാ കാര്യങ്ങളും നമുക്ക് ശരിയായി വരണം. അതിനു വേണ്ടിയിട്ട് നമ്മളാൽ കഴിയുന്ന കാര്യങ്ങൾ നമ്മൾ പ്രവൃത്തി ചെയ്യുക, അക്കൂട്ടത്തിൽ ഈശ്വരനെ വിളിക്കുക എന്നുള്ളതാണ്. പ്രവൃത്തി ചെയ്തുകൊണ്ട് ഈശ്വരനെ വിളിച്ചാൽ തീർച്ചയായിട്ടും ഒന്നല്ലെങ്കിൽ മറ്റൊരു വഴി ഭഗവാൻ നമ്മുടെ മുമ്പിൽ തുറന്നു തരും. ചിലപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന വഴി ആയിരിക്കത്തില്ല ഭഗവാൻ തുറക്കുന്നത്, മറ്റൊരു വഴിയായിരിക്കും. നമുക്ക് താൽക്കാലികമായി തോന്നും ഈ വഴിയാണ് നല്ലത് എന്ന് തോന്നും. പക്ഷേ നമ്മൾ ആത്മാർത്ഥമായി ഭഗവാനെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ ഭഗവാൻ അറിയാം ഏത് വഴിയാണ് നമുക്ക് തുറന്നു തരേണ്ടതെന്ന്. കൃത്യമായ ആ വഴി ഭഗവാൻ നമുക്ക് തുറന്നു തരും. 100 ഉദാഹരണങ്ങൾ ഉണ്ട്. ഓരോരുത്തരോടും ചോദിച്ചാൽ അവർ പറയും. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ ഐശ്വര്യങ്ങൾക്ക് വേണ്ടിയിട്ടും മനസമാധാനത്തിന് വേണ്ടിയിട്ടും ജാതകദോഷങ്ങൾ മാറുന്നതിന് വേണ്ടിയിട്ടും നല്ലൊരു ജീവിതം ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടും കുഞ്ഞുങ്ങൾക്ക് എല്ലാ സുഖസൗകര്യങ്ങളും കൊടുക്കുന്നതിനും അവർക്ക് നല്ലൊരു ജീവിതം ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടും എല്ലാം വേലായുധ സ്വാമിയെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത് വളരെ ഫലത്തെ പ്രദാനം ചെയ്യും. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, സാധാരണ എല്ലാവരും പറയും ഞാൻ സ്കന്ദഷഷ്ഠി എടുത്തു, അതുകൊണ്ട് മറ്റ് ഷഷ്ടികളൊന്നും എടുക്കുന്നില്ല എന്ന്. പക്ഷേ ഒരു കാര്യം ആലോചിക്കുക, ഓരോ മാസത്തെയും ഷഷ്ടിവ്രതത്തിന് ഓരോ പ്രത്യേകതകളാണ് ഉള്ളത്. ഓരോ ഷഷ്ടിക്ക് പിന്നിലും ഓരോ ഐതിഹ്യങ്ങളും പ്രാധാന്യങ്ങളും ഉണ്ട്. മാസം തോറുമുള്ള വെളുത്ത പക്ഷ ഷഷ്ടിയാണ് നമ്മൾ സാധാരണയായിട്ട് നമ്മുടെ കേരളത്തിലുള്ള ക്ഷേത്രങ്ങളിലൊക്കെ ഷഷ്ടിവ്രതമായിട്ട് ആചരിക്കുന്നത്. ഇപ്രാവശ്യത്തെ ഈ ചിങ്ങമാസത്തിലെ ഷഷ്ടി തിങ്കളാഴ്ചയും വിശാഖം നാളിലുമാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിന് വളരെ പ്രാധാന്യം കൂടുതലായിട്ടുണ്ട്. ഈ ചിങ്ങമാസത്തിലെ ഷഷ്ടിയെ സൂര്യഷഷ്ടി എന്നാണ് വിളിക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയ പ്രാധാന്യമാണ് ഈ ഷഷ്ടിവ്രതം എടുത്ത് പ്രാർത്ഥിച്ചാൽ കിട്ടുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, ആദിത്യദേവൻ അല്ലെങ്കിൽ സൂര്യദേവൻ, സൂര്യനില്ലെങ്കിൽ ഈ പ്രപഞ്ചമില്ല. ഊർജത്തിൻ്റെ സ്രോതസ്സാണ് സൂര്യൻ. സൂര്യനാണ് പ്രപഞ്ചത്തിൻ്റെ ആധാരം. സൂര്യനുണ്ടെങ്കിൽ മാത്രമേ സകല ജീവജാലങ്ങൾക്കും ഈ ഭൂമിക്ക് തന്നെ നിലനിൽപ്പുള്ളൂ. അതുകൊണ്ട് ഈ സൂര്യഷഷ്ടി ദിവസം വേലായുധ സ്വാമിയെ പ്രാർത്ഥിക്കുന്നത് കൂടെ തന്നെ ആദിത്യദേവനെയും കൂടി പ്രാർത്ഥിക്കുന്നത് വളരെ പ്രാധാന്യമാണ്. വളരെ വിശേഷമാണ് അന്നത്തെ ദിവസം സൂര്യഭഗവാനെ പ്രാർത്ഥിക്കുന്നത്. ഗായത്രി മന്ത്രം ജപിക്കുന്നത് വളരെ വിശേഷമാണ്. അതുപോലെ തന്നെ വേലായുധ സ്വാമിയുടെ മറ്റു നാമങ്ങളും ചൊല്ലി ഷഷ്ടിവ്രതം ആചരിക്കുക. ഈ സൂര്യഷഷ്ടി വ്രതത്തിൻ്റെ പ്രാധാന്യമെന്ന് പറയുന്നത്, സാധാരണയായിട്ട് ധനധാന്യ സമൃദ്ധികൾ ഉണ്ടാകും സൂര്യഷഷ്ടി വ്രതം എടുത്താലെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ സന്താനങ്ങൾക്കും എല്ലാം വളരെ ഐശ്വര്യമുണ്ടാകും എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ തൊലിപ്പുറത്ത് എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ, അല്ലെങ്കിൽ കണ്ണുകൾക്ക് എന്തെങ്കിലും അസുഖങ്ങളുണ്ടെങ്കിൽ അതിനൊക്കെ ഒരു ശമനം ഉണ്ടാകുന്നതിനായിട്ട് ഈ സൂര്യഷഷ്ടി വ്രതം എടുത്ത് പ്രാർത്ഥിച്ചാൽ നല്ലതാണെന്ന് പറയുന്നുണ്ട്. അതുപോലെ പരിഹരിക്കാൻ പറ്റാത്ത പ്രശ്നങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ ഷഷ്ടിവ്രതം എടുത്ത് പ്രാർത്ഥിക്കുന്നത് വളരെ വിശേഷമാണെന്ന് പറയുന്നുണ്ട്. അതുപോലെ ചൊവ്വാദശാകാലത്തിലുള്ളവർ ഷഷ്ടിവ്രതം എടുത്ത് പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ്. ജാതകത്തിൽ ചൊവ്വ അനിഷ്ടഭാവത്തിൽ നിൽക്കുന്നവർ ഷഷ്ടിവ്രതം എടുത്ത് പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ്. അതുപോലെ വീട് വെക്കാൻ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകൾ ഷഷ്ടിവ്രതം എടുത്ത് പ്രാർത്ഥിക്കുന്നത് വളരെ വിശേഷമാണ് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ധാരാളം ഗുണങ്ങളാണ് ഷഷ്ടിവ്രതം എടുത്ത് പ്രാർത്ഥിച്ചാലായിട്ടുണ്ടാകുന്നത്. അതുപോലെ നമ്മൾ പറയും, ഇത് നമ്മുടെ തലയിലെഴുത്താണ്, ഇത് മാറില്ല, ഇത് ഞാനിങ്ങനെ അനുഭവിച്ചു കൊണ്ടേ ഇരിക്കണം, അങ്ങനെ ചിന്തിച്ച് ഇരിക്കുന്ന ധാരാളം ആളുകളുണ്ട്. അങ്ങനെയുള്ള ആളുകൾ തീർച്ചയായിട്ടും ഷഷ്ടിവ്രതം എടുത്ത് തന്നെ പ്രാർത്ഥിക്കണം. കാരണം തലയിൽ എഴുതിയ ആളാണ് വേലായുധ സ്വാമി. അങ്ങനെ തലയിൽ എഴുതിയ ആളിന് തീർച്ചയായിട്ടും അത് മാറ്റി എഴുതാനുള്ള ഒരു ശക്തി കൂടിയുണ്ട്. അപ്പോൾ ആ തലയിലെഴുത്ത് പോലും മാറ്റി എഴുതപ്പെടും
ഷഷ്ടിവ്രതം എടുത്ത് വേലായുധ സ്വാമിയെ പ്രാർത്ഥിച്ചാൽ, നിരന്തരം സ്കന്ദഷഷ്ടി കവചം ജപിക്കുന്നത്, സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്ര ദർശനം നടത്തുന്നത്, വ്രതമെടുത്ത് പ്രാർത്ഥിക്കുന്നതൊക്കെ വളരെ വിശേഷമാണ്. വലിയ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആളുകളാണെങ്കിൽ ചൊവ്വാഴ്ച ദിവസം വേലായുധ സ്വാമിക്ക് എല്ലാ ചൊവ്വാഴ്ചയും അല്ലെങ്കിൽ മാസത്തിൽ ഒരു ചൊവ്വാഴ്ച വെച്ച് വേലായുധ സ്വാമിയെ പ്രാർത്ഥിക്കുന്നതും വ്രതമെടുത്ത് പ്രാർത്ഥിക്കുന്നതും ക്ഷേത്ര ദർശനം നടത്തുന്നതുമൊക്കെ വളരെ വിശേഷമാണ്. വ്രതമെടുക്കേണ്ട രീതി ഞാൻ പറഞ്ഞല്ലോ, അതനുസരിച്ചിട്ട് വ്രതമെടുക്കുക. നമ്മുടെ ആരോഗ്യസ്ഥിതി നോക്കിയിട്ട് വേണം എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതിനായിട്ട്. അടുത്ത് മുരുകക്ഷേത്രമുണ്ടെങ്കിൽ ക്ഷേത്ര ദർശനം ചെയ്യുന്നതും വളരെ വിശേഷമാണ്. അതുപോലെ തന്നെ ഭഗവാന് മഞ്ഞപ്പട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും വളരെ വിശേഷമാണ്. നമ്മളുടെ യഥാശക്തി ഭഗവാന് വഴിപാടുകൾ ചെയ്ത് പ്രാർത്ഥിക്കാം. നാരങ്ങാമാല ഭഗവാന് സമർപ്പിക്കാം. അത് നമ്മൾക്ക് എത്ര വയസ്സുണ്ടോ ആ വയസ്സ് അനുസരിച്ചിട്ട് നാരങ്ങ കൊണ്ട് മാല നമ്മുടെ കൈകൊണ്ട് കോർത്ത് സമർപ്പിക്കുന്നതും വളരെ വിശേഷമാണ്. സന്താനങ്ങൾക്ക് വലിയ ഉയർച്ചയാണ് അമ്മമാർ അല്ലെങ്കിൽ അച്ഛന്മാർ ഷഷ്ടിവ്രതം എടുത്ത് പ്രാർത്ഥിച്ചാൽ ഉണ്ടാകുന്നത്. നമുക്കൊരു കുട്ടിയുണ്ടെങ്കിൽ ആ കുട്ടിയുടെ നല്ലൊരു ഭാവി ജീവിതത്തിന് വേണ്ടിയിട്ട് അമ്മമാർ നേരത്തെ തന്നെ ഷഷ്ടിവ്രതം എടുത്ത് പ്രാർത്ഥിച്ചാൽ അതിൻ്റെ ഫലം തീർച്ചയായിട്ടും ഉണ്ടാകും. ഒരുപാട് അനുഭവങ്ങൾ നമ്മുടെ ചുറ്റുപാടും നടക്കുന്നുണ്ട്. പലരും ഈ കാര്യങ്ങളൊന്നും ചെയ്യുന്നത് ചിലപ്പോൾ മറ്റുള്ളവരോട് പറയണമെന്നില്ല. അവരൊക്കെ രഹസ്യമായിട്ട് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാകാം. അതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ ഈ കാര്യങ്ങളൊന്നും അറിയാതെ വരുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മളെല്ലാവരും തന്നെ ഭഗവാനെ വിളിച്ച് പ്രാർത്ഥിക്കുക. പ്രാർത്ഥന കൊണ്ട് നമുക്ക് ഗുണം മാത്രമേ ഉണ്ടാവുകയുള്ളൂ, ദോഷമൊന്നും ഉണ്ടാവുകയില്ല എന്ന് ചിന്തിക്കുക. കലിയുഗമാണ്, പ്രാർത്ഥനയ്ക്ക് വളരെ പ്രാധാന്യമുണ്ട്. എല്ലാവരും വ്രതമെടുത്ത് പ്രാർത്ഥിക്കുക. വ്രതമെടുക്കാൻ പറ്റാത്ത ആളുകളെല്ലാവരും, ഇനിയിപ്പോൾ മെൻസസ് ആണ് അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട്, അങ്ങനെയുള്ളവർക്ക് പോലും നാമം ചൊല്ലുന്നതിനൊന്നും യാതൊരു തടസ്സവുമില്ല. ഓം വേലായുധ സ്വാമിയെ നമ എന്ന് ജപിച്ചുകൊണ്ടേയിരിക്കുക. മഹാജ്യോതിഷിയായ വേലായുധ സ്വാമിയെ പ്രാർത്ഥിച്ചാൽ തീർച്ചയായിട്ടും അദ്ദേഹം എല്ലാ ഐശ്വര്യങ്ങളും നമുക്ക് പ്രദാനം ചെയ്യും. അതുപോലെ നാരായണീയത്തിൻ്റെ ക്ലാസ് ഇടുന്നുണ്ട്, എല്ലാവരും അത് കേൾക്കണം. നമ്മുടെ ചാനലിലുണ്ട്. അതനുസരിച്ചിട്ട് ഭഗവാൻ ശ്രീഹരി വിഷ്ണുവിനോട് പ്രാർത്ഥിക്കുക. നമ്മുടെ സെക്കൻഡ് ചാനൽ അതും കൂടെ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുകയും കാണുകയും ഒക്കെ വേണം. അതിനകത്ത് തീർത്തും സ്വാത്വികമായ ഭക്ഷണങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഉള്ളിയും വെളുത്തുള്ളിയും ഒന്നും ചേരാത്ത ഭക്ഷണ പദാർത്ഥങ്ങൾ. കൗസ്തുഭം വെജ് ഫുഡ്സ് എന്നാണ് ആ ചാനലിൻ്റെ പേര്. ഹരേ കൃഷ്ണ.